എടുക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. തൃശൂർ രാമനിലയത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. വ്യാഴാഴ്ചകളിൽ നടത്താനിരുന്ന അവലോകന യോഗങ്ങളും മാറ്റിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി സ്ഥാനത്ത് എൽ.കെ. അദ്വാനി പിന്തുണയ്ക്കുന്ന ആരുടെയും സഹായം എൻ.ഡി.എ സ്വീകരിക്കില്ലെന്ന് മുതിർന്ന ബി.ജെ.പി നേതാവ് വെങ്കയ്യ ചന്ദ്രബാബു നായിഡുവിനെ എൻ.ഡി.എ പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിലാണ് വെങ്കയ്യയുടെ വിട്ടാണ്. ടി.ഡി.പി നേതാക്കളുമായി വെങ്കയ്യ നായിഡു അനൗപചാരിക ചർച്ചകൾ നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അവർക്ക് പിന്നെ കാഴ്ച കാണാനേ ലോകത്തെവിടേക്കും ഏറ്റവും വേഗത്തിൽ പണം അയക്കാനുള്ള സുരക്ഷിത മാർഗം. സ്റ്റേഷനൊക്കെ അടിപൊളിയല്ലേ? ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കുറച്ച് സൈഡിലുള്ള ഫോട്ടോ ആവണോ ഭരിക്കുന്നത് ചെക്കനാണോ ഇയാള്? ഇയാള് പ്രധാനമന്ത്രി റൺസ് എടുത്തു. പക്ഷേ മറുപടി ബാറ്റിംഗ് നൽകിയ ബാംഗ്ലൂർ 19.2 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. റോസ് ടെയ്ലർ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. 33 പന്തിൽ 81 റൺസാണ് ടെയ്ലർ അടിച്ചുകൂട്ടിയത്. ടെയ്ലറാണ് മാൻ ഓഫ് ദി മാച്ച്. ഇന്നത്തെ രണ്ടാമത്തെ മത്സരത്തിന്റെ വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഫൈസൽ ബിൻ അഹമ്മദ്. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മുംബൈ ഇന്ത്യൻസും കിങ്സ് 11 പഞ്ചാബും തമ്മിലാണ് മത്സരം നടക്കുന്നത്. ടോസ് നേടിയ കിങ്സ് 11 പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 83 എന്ന നിലയിലാണ് കിങ്സ് 11. കിങ്സ് 11 പഞ്ചാബിന് വേണ്ടി അല്പമെങ്കിലും റൺ സ്കോർ ചെയ്തത് 43 റൺസ് നേടിയ സൊഹൈൽ ടെണ്ടുൽക്കർ നൽകിയ ബോളിൽ നിന്ന് റൺഔട്ട് ആവുകയായിരുന്നു. സംഘക്കാര 8 റണ്ണും യുവരാജ് സിംഗ് 12 റണ്ണും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രീസിലുള്ളത് ഗോയലും ഭുവനേശ്വറുമാണ്. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് 13.2 ഓവറിൽ. സ്പോർട്സ് അപ്ഡേറ്റ് നിങ്ങൾക്ക് സമർപ്പിച്ചത് എക്സ്പ്രസ് മണി. ലോകത്തെവിടേക്കും ഏറ്റവും വേഗത്തിൽ പണം അയക്കാനുള്ള സുരക്ഷിത മാർഗം. എല്ലാ പ്രമുഖ എക്സ്ചേഞ്ചുകളിലും സേവനം ലഭ്യം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗവർണർ RS ഗവായി സ്വകാര്യ സന്ദർശനത്തിനായി മെയ് 17 ശേഷമെന്ന് സൂചന. ശ്രീലങ്കയിൽ ആശുപത്രിക്ക് നേരെ ആക്രമണം. 49 രോഗികൾ കൊല്ലപ്പെട്ടു. ആക്രമണം നടത്തിയത് ശ്രീലങ്കയുടെയും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെയും പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. ഹയർ സെക്കൻഡറിയിൽ 76.48%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 78.86% വിജയം. റോസ് ടെയ്ലറുടെ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ മികവിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ആവേശകരമായ വിജയം. കൊൽക്കത്തയ്ക്ക് വീണ്ടും പരാജയം അന്യമാകുന്നു. അവസാനിക്കുന്നു. നമസ്കാരം.